അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 51 മുതൽ 66 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നു. പശ്യൻ സ ത്രിവിധാൻ ലോകാൻ പ്രാസരരാജമന്ദിരം പ്രാപ്ത പരമതേജസ്വി ദ്വിതീയ ഇവ ഭാസ്കര. നിവാരിതശ്ച തത്രൈവ പ്രതീഹാരേണ കാഷ്ഠവൽ തത്രൈവ ച സ്ഥിതോ ദ്വാരി മോക്ഷമേവാനുചിന്തയൻ. ഛായായാമാതപേ ചൈവ സമദർശീ മഹാതപാ ധ്യാനം കൃത്വാ തഥൈകാന്തേ സ്ഥിത സ്ഥാണുരുവാചല. തം മുഹൂർത്താദുപാഗത്യ രാജ്ഞോമാത്യകൃതാഞ്ജലി പ്രാവേശയത്തതകക്ഷാം ദ്വിതീയാം രാജവേശ്മന. തത്ര ദിവ്യം മനോരമ്യം പുഷ്പിതം ദിവ്യപാദപം തദ്വനം ദർശയിത്വാ തു കൃത്വാ ചാതിഥിസൽക്രിയാം. വാരമുഖ്യ സ്ത്രിയസ്തത്ര രാജസേവാപരായണ ഗീതവാദിത്രകുശലാ കാമശാസ്ത്രവിശാരദാ. താ ആദിശ്യ ച സേവാർത്ഥം ശുകസ്യ മന്ത്രിസത്തമ നിർഗത സദനാത് തസ്മാൽ വ്യാസപുത്ര സ്ഥിതസ്തദാ. പൂജിത പരയാ ഭക്തിയാ താഭിർസ്ത്രീഭിർയഥാ വിധി ദേശകാലോപപന്നേന നാനാന്യേനാതിതോഷിത. തതോന്തഃപുരവാസിന്യ തസ്യാന്തഃപുരകാനനം രമ്യം സന്ദർശയാമാസുരംഗന കാമമോഹിതാം. സാ യുവാ രൂപവാൻ കാന്തോ മൃദുഭാഷീ മനോരമ. ദൃഷ്ട്വാ താ മുമുഹു സർവാസ്തം ച കാമമിവാപരം. ജിതേന്ദ്രിയം മുനിം മത്വാ
സർവാ പര്യചരംസ്തദാ ആരണേയസ്തു ശുദ്ധാത്മാ മാതൃഭാവമകൽപ്പയൽ ആത്മാരാമോ ജിതക്രോധോ ന ഹൃഷ്യതി ന തപ്യതി പശ്യംസ്താസാം വികാരാംശ്ച സ്വസ്ഥ ഏവ സ തസ്ഥിവാൻ തസ്മൈ ശയ്യാം സുരമ്യാം ച ദദുർനാര്യ സുസംകൃതാം പരാർഘ്യാസ്തരണോപേതാം ജ്ഞാനോപസ്കരസംവൃതാം സകൃത്വാ പാദശൗചം ച കുശപാണിരതന്ദ്രിത ഉപാസ്യ പശ്ചിമാം സന്ധ്യാം ധ്യാനമേവാന്വപദ്യത യാമമേകം സ്ഥിതോ ധ്യാനേ സുഷ്വാപ തദനന്തരം സുപ്ത്വായാമദ്വയം തത്ര ചോതതിഷ്ഠത്തതഃ ശുകാ പാശ്ചാത്യം യാമിനീയാമം ധ്യാനമേവാന്വപദ്യത സ്നാത്വാ പ്രാതഃ ക്രിയാ കൃത്വാ പുനരാസ്തേ സമാഹിത. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ സപ്തദശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 17-ാമത്തെ അധ്യായത്തിൽ 51 മുതൽ 66 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നഗരത്തെ അതുപോലെ അതിനുള്ളിലുള്ളതാകും സാത്വിക രാജസതമോ ഗുണങ്ങളുള്ള ജനങ്ങളെ കണ്ടുകൊണ്ടും മറ്റൊരു സൂര്യനെ പോലെ തേജസ്വി ശുഗൻ രാജമന്ദിരത്തിലെത്തി. അവിടെയും മറ്റൊരുവൻ അദ്ദേഹത്തെ തടഞ്ഞല്ലോ. മോക്ഷമാർഗം ചിന്തയോടെ ശുഗനും നിന്നു. തണലും വെയിലും ഒരുപോലെ കാണും ആത്മാരാമൻ തൂണുപോലെ അചഞ്ചലനായി നിന്നല്ലോ. മുഹൂർത്തത്തിനുള്ളിൽ മന്ത്രി തൊഴുകയ്യുമായി എത്തി രാജഗൃഹത്തിനുള്ളിലേക്കായി കൊണ്ടുപോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദിവ്യം മനോരമം പല പൂവണിഞ്ഞ തരുക്കളും നിറഞ്ഞ ഉദ്യാനത്തിലെ സ്വീകരിച്ചിട്ട് രാജസേവാ നിരതരും ഗീതവാദ്യ നിപുണരും കാമശാസ്ത്രമറിയുന്ന വേശ്യാസ്ത്രീകളെ ശുഗനെ പരിചരിക്കാൻ നിർത്തി മന്ത്രി തിരിച്ചുപോയി. ശുഗനപ്പോഴും തൂണുപോൽ അവിടെ നിന്നു. ആ സ്ത്രീകളോ ഭക്തിയോടെ യഥാവിധി പൂജ ചെയ്തു. ദേശകാലാനുസാരിയ ഭോജ്യങ്ങളേകി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അനന്തരം കാമമോഹിതരായുള്ള ആ
സ്ത്രീകളും അന്തഃപുരോദ്യാനത്തെയും കാട്ടിക്കൊടുത്തു. മനോരമമായിട്ടുള്ള ശുഖ സൗന്ദര്യത്തെ കണ്ടു മന്മഥനെ എന്ന പോലെ മോഹിച്ചാനവർ. ജിതേന്ദ്രിയനെന്നു തോന്നി അവർ പരിചരിച്ചപ്പോൾ അവരിൽ മാതൃഭാവത്തെ കണ്ടല്ലോ ശുകൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആത്മാരാമൻ ജിതക്രോധൻ ഇവർ സന്തോഷിക്കുന്നില്ല, അതുപോലെ അവരൊട്ടും ദുഃഖിക്കുന്നില്ല. അതിനാലെ നാരികൾ തൻ വികാര പ്രകടനത്തിൽ അനങ്ങിയതില്ല ശുകൻ അല്പം പോലുമേ. അതീവ മനോഹരമ അമൂല്യമാം വിരിപ്പുള്ള അഴകുള്ള കിടക്കയെ നൽകിനാനവർ. മടിയൊട്ടുമില്ല ശുകൻ കാൽ കഴുകി സായം സന്ധ്യാ ഉപാസന ചെയ്തു ധ്യാനനിരതനായി. ഒരു യാമം ധ്യാനം ചെയ്തു, രണ്ടു യാമം ഉറങ്ങിന ഉണർന്നല്ലോ ശ്രീശുകനും. അതിനുശേഷം രാത്രിയുടെ അന്ത്യയാമം എഴുന്നേറ്റു ധ്യാനം ചെയ്തു, പ്രഭാത കൃത്യങ്ങൾ ചെയ്തു, വീണ്ടും ധ്യാനിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയന്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ അനുസ്മരിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 91 ദിവസം. ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 17 അധ്യായത്തിൽ 51 മുതൽ ആ അധ്യായത്തിൻ്റെ സമർപ്പണം വരെയുള്ള 66 ശ്ലോകം വരെയാണ് നാം പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. അവിടെ പറയുന്നു, ആ ശ്രീശുകൻ മിഥിലാരാജ്യത്തേക്ക് എത്തി. ഗോപുരത്തിനകത്തേക്ക് കടന്ന അദ്ദേഹം പശ്യൻസ ത്രിവിധാൻ ലോകാൻ പ്രാസരദ്രാജമന്ദിരം പ്രാപ്ത പരമതേജസ്വി ദ്വിതീയ ഇവ ഭാസ്കര. നഗരത്തെ കണ്ടു എന്ന് മാത്രമല്ല, 3 തരത്തിലുള്ള ആളുകൾ, സാത്വികർ, രാജസർ, താമസർ എന്നിങ്ങനെ 3 തരത്തിലുള്ള ആളുകളെയും കണ്ടുകൊണ്ട് ദ്വിതീയ ഇവ ഭാസ്കര, മറ്റൊരു സൂര്യൻ എന്നതുപോലെ അതിതേജസ്വിയായി പരമതേജസ്വിയായി അദ്ദേഹം മുന്നോട്ട് നടന്ന് രാജമന്ദിരം പ്രാപ്ത, രാജമന്ദിരത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. സൂതം പറയുകയാണ്, നിവാരിതശ്ച തത്രൈവ പ്രതീഹാരേണ കാഷ്ഠവത് തത്രൈവ ച സ്ഥിതോ ദ്വാരി മോക്ഷമേവാനു ചിന്തയൻ.
മറ്റൊരു ദ്വാരപാലകൻ, നേരത്തെ ഒരാൾ തടഞ്ഞു, ഇപ്പോൾ മറ്റൊരാളും അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം മോക്ഷമേവാനുചിന്തയൻ, മോക്ഷത്തെ മാത്രം ചിന്തിച്ചും കൊണ്ട് ഒരു കാഷ്ഠവത്ത്, ഒരു മരപ്പാവ എന്നതുപോലെ തത്രൈവച സ്ഥിത, അവിടെ തന്നെ ആ വാതിക്ക തന്നെ നിന്നു. തന്നെ തടഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് പറയേ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. തടഞ്ഞു, അപ്പം അദ്ദേഹം അവിടെ നിന്നു. ഛായായാം ആതപേ ചൈവ, ഛായയും തണലും ആതപം എന്ന് പറഞ്ഞാൽ വെയിലും ഒരേപോലെ സമദർശി മഹാതപ, തുല്യമായി കാണുന്ന മഹാതപസ്വിയായിരിക്കുന്ന അദ്ദേഹം ധ്യാനം കൃത്വ തഥൈകാന്തേ സ്ഥിത സ്ഥാണുരിവാചല, ഏകാന്തത്തിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റു ചിന്തകളൊക്കെ വിട്ട് അദ്ദേഹം അചഞ്ചലനായി സ്ഥാണുരിവാചല, ഒരു തൂണുപോലെ ഇളകാതെ നിന്നു. സ്ഥിത തം മുഹൂർത്താദുപാഗത്യ രാജ്ഞോമാത്യകൃതാഞ്ജലി, മുഹൂർത്തത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് രാജാവിൻ്റെ അമാത്യൻ മന്ത്രി ഓടിവന്നു. കൃതാഞ്ജലി, കൈകൾ കൂപ്പിക്കൊണ്ട് അവിടെ എത്തി. പ്രാവേശയത്തത കക്ഷാം ദ്വിതീയാം രാജവേശ്മന, രാജഗൃഹത്തിൻ്റെ രണ്ടാമത്തെ ഉൾത്തളത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. വരൂ എന്ന് പറഞ്ഞ് കൈകൾ കൂപ്പി സ്വാഗതം പറഞ്ഞും കൊണ്ട് മന്ത്രി തന്നെ വന്ന് അദ്ദേഹത്തെ ആ രാജമന്ദിരത്തിൻ്റെ രണ്ടാമത്തെ ഉൾത്തളത്തിലേക്ക് അവിടേക്ക് പ്രവേശിപ്പിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താ? തത്ര ദിവ്യം മനോരമ്യം പുഷ്പിതം ദിവ്യപാദപം തദ്വനം ദർശയിത്വാതു കൃത്വാ ചാതിഥി സൽക്രിയാം. അവിടെ ദിവ്യമായ മനോരമ്യം, മനസ്സിനെ രമിപ്പിക്കുന്ന, മനം കവരുന്ന പൂവണിഞ്ഞ വിശിഷ്ടമായ ദിവ്യപാദപം, ദിവ്യമായ തരുക്കളോടുകൂടിയ വൃക്ഷങ്ങളോടുകൂടിയ ഉദ്യാനം, തദ്വനം ദർശയിത്വാതു, അത് കാണിച്ചു കൊടുത്ത ശേഷം കൃത്വാ ചാതിഥി സൽക്രിയാം, അതിഥി സൽക്കാരാദികളൊക്കെ ചെയ്തു ഈ മന്ത്രി എന്ന് പറയുന്നു. കാവക്കാരൻ തടഞ്ഞുവെങ്കിലും മന്ത്രിക്ക് കാര്യം മനസ്സിലായി, മഹാശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. ഓടി വന്ന് അദ്ദേഹത്തെ വിശിഷ്ടമായിട്ടുള്ളൊരു ഉദ്യാനം കാണിച്ചു കൊടുത്ത് വളരെ ആദരവോടുകൂടി സ്വീകരിച്ച് അതിഥി സൽക്കാരമൊക്കെ ചെയ്ത് വാരമുഖ്യസ്ത്രീയസ്തത്ര രാജസേവാപരായണ ഗീതവാദിത്ര കുശല കാമശാസ്ത്ര വിശാരദ, അവിടെയുള്ള രാജസേവാനിരതരായിരിക്കുന്ന, അതേപോലെ തന്നെ ഗീതവാദിത്ര കുശലാഹ, ഗീതത്തിലും വാദ്യത്തിലും ഒക്കെ പാട്ടുപാടാനും അതേപോലെ തന്നെ ഉപകരണങ്ങൾ ഉപയോഗിക്കാനൊക്കെ നല്ല കഴിവുള്ള, സാമർഥ്യമുള്ള, ചാതുര്യമുള്ളവരായിട്ടുള്ള കാമശാസ്ത്ര വിശാരദ, കാമശാസ്ത്രത്തിൽ വലിയ അറിവ് നേടിയിട്ടുള്ള വേശ്യാംഗനകളെ, വേശ്യാസ്ത്രീകളെ താ ആദിശ്യാച സേവാർത്ഥം ശുകസ്യ, ശുകനെ പരിചരിക്കാൻ ഏർപ്പെടുത്തിയിട്ട് മന്ത്രിസത്തമഹ, ആ മന്ത്രിമാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അദ്ദേഹം നിർഗത, അവിടുന്ന് പോയി. സദനാത് തസ്മാൽ വ്യാസപുത്ര സ്ഥിതസ്തത, മന്ത്രി അവിടുന്ന് പോയിട്ടും ആ ശുകന് ഒരു മാറ്റവും ഉണ്ടായില്ല. സുന്ദരികളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ട്, അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. ആ സ്ത്രീകൾ പൂജിത പരയാഭക്തിയ താഭിർ സ്ത്രീഭിർ യഥാവിധി, പരമമായ ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്തിയോടുകൂടി, അത്യന്തം ഭക്തിയോടുകൂടി ശുകനെ ആ സ്ത്രീകൾ യഥാവിധി പൂജിച്ചു. വേണ്ടതുപോലെ ചെയ്തും കൊണ്ട് ദേശകാലോപപന്നേന ജ്ഞാനാന്നേതാതിതോഷണ, ദേശകാലങ്ങൾക്കനുസരിച്ചിട്ടുള്ള പലതരം ഭക്ഷണങ്ങളൊക്കെ നൽകി സന്തോഷിപ്പിച്ചു. തതോന്തപുരവാസിന്യ തസ്യാന്തപുരകാനനം രമ്യം സന്ദർശയാമാസു രംഗന കാമമോഹിത. പിന്നീട് അന്തഃപുരത്തിലുള്ള ആളുകൾ, ആ കാമമോഹിതരായിരിക്കുന്ന അവര്, ആ അങ്കനമാര്, ആ വേശ്യാസ്ത്രീകൾ അദ്ദേഹത്തിന് രമ്യം സന്ദർശയാമാസു, ഏറ്റവും രമ്യമായ മനോഹരമായിരിക്കുന്ന അന്തഃപുരോദ്യാനം കാണിച്ചു കൊടുത്തു. സാ യുവാ രൂപവാൻ കാന്തോ മൃദുഭാഷീ മനോരമ
ദൃഷ്ട്വാ താമുമുഹു സർവാസ്തം ച കാമമിവാപരം. അതിസുന്ദരനായിരിക്കുന്ന മനം കവരുന്ന രൂപസൗന്ദര്യം, അതോടൊപ്പം തന്നെ മൃദുഭാഷി, അങ്ങനെയുള്ള യുവാവാണ് ശുകൻ. അദ്ദേഹത്തെ കണ്ടിട്ട് അവരൊക്കെ കൂടി മറ്റൊരു കാമദേവനെ കണ്ടതുപോലെ മോഹിച്ചു. സാക്ഷാൽ മന്മഥ എന്ന് ഭഗവാനെക്കുറിച്ച് രാസലീലയിൽ പറയുന്നത് പോലെ ഭഗവത് ഭക്തനായ ശുകനും അതിസുന്ദരനാണ്. രൂപസൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് ഈ വേശ്യാസ്ത്രീകളൊക്കെ അദ്ദേഹത്തെ മോഹിച്ചു. ജിതേന്ദ്രിയം മുനിം മത്വ, ഇദ്ദേഹം ജിതേന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങളൊക്കെ ജയിച്ച ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് സർവാപര്യചരം സ്തദ, അവരൊക്കെ അദ്ദേഹത്തെ വേണ്ടതുപോലെ പരിചരിച്ചു. ആരണേയസ്തു ശുദ്ധാത്മാ മാതൃഭാവമകൽപ്പയൽ. ആരണേയൻ, അരണിയിൽ നിന്നുണ്ടായവൻ, ഇതാണ് ശ്രീശുകൻ. അപ്പൊ ശ്രീശുകനോ, അദ്ദേഹം ശുദ്ധാത്മാവായ ആ ശ്രീശുകൻ അവരിൽ മാതൃഭാവത്തെ കൽപ്പിച്ചു. അദ്ദേഹത്തിന് അവരൊക്കെ സ്വന്തം അമ്മ എന്നതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ആത്മാരാമോ ജിതക്രോധോ ന ഹൃഷ്യതി ന തപ്യതി. ആത്മാരാമന്മാരും ജിതക്രോധന്മാരും, ദേഷ്യത്തെ ജയിച്ചവരും ന ഹൃഷ്യതി ന തപ്യതി, അവർ സന്തോഷിക്കുകയില്ല, അവർക്ക് താപം, അവർക്ക് ദുഃഖം ഉണ്ടാവുകയില്ല. പശ്യംസ്താസാം വികാരാംശ്ച സ്വസ്ഥ ഏവസ തസ്ഥിവാൻ. ശുകൻ ആ തരത്തിൽപ്പെട്ട ആളാണ് അല്ലേ? അപ്പൊ അദ്ദേഹവും അതെ. അതുകൊണ്ട് സ്ത്രീകളുടെ പലതരത്തിലുള്ള വികാരപ്രകടനങ്ങളൊന്നും കണ്ടിട്ടും അദ്ദേഹത്തിന് ആ സ്വസ്ഥനായി തന്നെ ഇരിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൽ ഒരു കളങ്കവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ ചലിപ്പിക്കാൻ, അദ്ദേഹത്തിൻ്റെ മനസ്സൊന്നിളക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല. തസ്മൈ ശയ്യാം സുരമ്യാം ച ദദുർനാര്യസ്വ സംകൃതാം പരാർഖ്യാസ്തരണോപേതാം നാനോപസ്കര സംവൃതാം. വളരെ ഭംഗിയായി അലങ്കരിച്ചിട്ടുള്ള അമൂല്യമായ വില തീരാത്ത വിരിപ്പോടുകൂടിയ വൃത്തിയുള്ള അഴകുള്ള കിടക്ക ആ സ്ത്രീകൾ ശുകനായിട്ട് നൽകി. സാ കൃത്വാ പാദശൗചം ച കുശപാണിരതന്ത്രിത ഉപാസ്യ പശ്ചിമാം സന്ധ്യാം ധ്യാനമേവാന്വപദ്യത. അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായില്ല. അവർ കിടക്ക കൊടുത്തു, കിടക്കാൻ പറഞ്ഞു, അദ്ദേഹം അവിടെ കിടന്നു. അപ്പൊ അദ്ദേഹം കാൽ കഴുകി ആദ്യം, എന്നിട്ട് കുശപാണിയായിരുന്ന് സായം സന്ധ്യയെ ഉപാസിച്ചു, സന്ധ്യാവന്തനൊക്കെ ചെയ്തു. എന്നിട്ട് ധ്യാനത്തിൽ മുഴുകി. ഒരു യാമം, യാമമേകം സ്ഥിതോ ധ്യാനേ, ഒരു യാമം അദ്ദേഹം അത്തരത്തിൽ ഇരുന്നു. സുഷ്വാപ തദനന്തരം, അത് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. സുപ്ത്വാ യാമദ്വയം തത്ര, 2 യാമം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചോദതിഷ്ഠ തതശുക, അവിടുന്ന് ശുകൻ ഉണരുകയും ചെയ്തു. ഉദതിഷ്ഠത്, അവിടുന്ന് എഴുന്നേറ്റു. പാശ്ചാത്യം യാമിനീയാമം ധ്യാനമേവാന്വപദ്യത സ്നാത്വാ പ്രാതക്രിയാ കൃത്വാ പുനരാസ്തേ സമാഹിത. രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് ധ്യാനമൊക്കെ നിർവഹിച്ച് പിന്നെ കുളിച്ച് സ്നാത്വാ പ്രാതക്രിയാ കൃത്വ, പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് പുനരാസ്തേ സമാഹിത, വീണ്ടും ധ്യാനനിമഗ്നനായി തീർന്നു എന്ന് പറയുന്നിടത്താണ് ദേവീഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. 18-ാമത്തെ അധ്യായം ജനകൻ ശുകന് നൽകുന്ന ഉപദേശമാണ്. അത് നമുക്ക് നാളെ അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2-3 ദിവസം 86, 87, 88, 89, 90 ഈ എപ്പിസോഡുകൾ, അതിൽ ചില സാങ്കേതിക തകരാറ് കാരണം ചില ആളുകൾക്ക് അതിലെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പരാതി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു. അത് ഇന്ന് ശരിയായിട്ടുണ്ട്. പഴയ ആ എപ്പിസോഡുകൾ ഇനി ഭംഗിയായിട്ട് കേൾക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്.
എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്നുകൂടി അറിയിച്ചും കൊണ്ട് ഇപ്പോൾ ഭഗവത് പാദങ്ങളിൽ, അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ,
ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.